എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഇത്. കണ്ടിട്ട് ആർക്കെങ്കിലും മനസ്സിലായോ എന്താണിതെന്ന്? ഞങ്ങൾ ഈ ഭാഗത്തുള്ളവർക്കൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതേ നമ്മൾ നോമ്പിന് മാത്രം ഉണ്ടാക്കുന്ന വെള്ളപ്പോള ഉണ്ടല്ലോ, പോള, അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. പോളന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ്. ഇങ്ങനെ കെട്ടി വെക്കുക. എത്ര ദിവസം? ഒരു ദിവസം, 2 ദിവസം. പുളിച്ചാലിയിലേക്ക് അരി അരച്ച് വെച്ച് കൊടുക്കുക. എനിക്കിങ്ങനെ ചൂട് തട്ടണം അല്ല, അടുപ്പിന്റെ സൈഡിൽ ഇങ്ങനെയാണ് വെച്ച് കൊടുക്കുക. 2 days കഴിഞ്ഞിട്ട് നല്ലോണം പൊളിച്ച് വന്നാൽ ഇതിലേക്ക് അരി അരച്ച് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് അത് പൊങ്ങി വന്നാൽ ചുട്ടെടുക്കുക ചെയ്യാം. പക്ഷെങ്കിൽ ഇതിലേക്കുള്ള അരി അരക്കുന്നത് എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ റെഡിയാക്കി വെക്കുന്നത് അസി താമസിക്കാൻ വരുന്നുണ്ടായിരുന്നു 2 days കഴിഞ്ഞിട്ട്. ഇതിപ്പം കുറേ മുന്നേ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. ഇത് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ വൈകിട്ടുണ്ടായിരുന്നത്. ഇത് റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ഇപ്പം തന്നെ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും നല്ലോണം ഇൻഫെക്ഷൻ ആയിട്ടുള്ളത്, ത്രോട്ട് സൗണ്ട് പോയിട്ട്. അപ്പോൾ കുറേ ദിവസമായി ഞാനിത് സൗണ്ട് റെഡി ആയിട്ട് റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ച വീഡിയോ ആണ്. പക്ഷേ സൗണ്ട് റെഡി ആകുന്ന പോലൊന്നും കാണുന്നില്ല. അപ്പോൾ കരുതി വെറുതെ ഗാലറി ഫുള്ളാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഈ കാണുന്ന സംഭവമൊക്കെ സെറ്റ് ചെയ്യുന്നത് ആസി വരുന്നതിൻ്റെ മുന്നോടിയായിട്ട് ഓരോ ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, ഫുഡ് ഐറ്റംസ്. അപ്പോൾ ഈ കാണുന്ന നമ്മളെ ബ്രെഡ് മസാലയൊക്കെ വെച്ചിട്ട് ടോസ്റ്റ് ചെയ്യുന്ന ഒരു മെഷീനാണ്. ഇത് ഞാൻ വരുന്ന ആ ഒരു ടൈമിൽ മാത്രം, വല്ലപ്പോഴും മാത്രമേ ഈ ഒരു സംഭവം എടുക്കുള്ളൂ. എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ റെയറായിട്ട്. അതുകൊണ്ട് തന്നെ ഉപയോഗിക്കാണ്ടൊക്കെ വെച്ചിട്ട് തുരുമ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ലോണം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ ബ്രെഡൊക്കെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെയൊക്കെ ഷോർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഏതെങ്കിലും ആൾക്കാർക്ക് ഇതിൻ്റെയൊക്കെ റെസിപ്പി വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോ കണ്ടു നോക്കിയാൽ മതി. അതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള മസാലയാണ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. ബ്രെഡിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ചിക്കൻ ഫില്ലിങ്. ഇത് നമ്മളെ മെയിൻ കുമ്പളപ്പത്തിലില്ല, അതിന് വേണ്ടിയിട്ടുള്ള എഗ്ഗ് ബോയിൽ ചെയ്ത് വെച്ചതാണ്. കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ എല്ലാം ഒന്നിച്ചൊക്കെയാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇപ്പം തന്നെ ഇതാ അതിൻ്റെ ഇടയിലൂടെ ആടിൻ്റെ കഴുത്തൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പം ഓരോ റെസിപ്പിയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ലേ. അപ്പോഴേക്കെന്താ നമ്മളെ പോള ചുടാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. ഇതിൽ അരി അരച്ച് വയ്ക്കുന്നത് എനിക്ക് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അത് 2 ദിവസത്തിന് ശേഷം അരച്ചൊഴിച്ച് പൊങ്ങിയതിന് ശേഷമാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എണ്ണയൊക്കെ പുരട്ടിയിട്ട് ഇഡ്ഡലി തട്ടിലാണ് ആദ്യം ഉണ്ടാക്കിയത്. അങ്ങനെ ഇത് കുക്കറിൽ കയറ്റിയിട്ടുണ്ട്. അപ്പൊ ഇതില് നമ്മള് ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാ ഇങ്ങനെ ഉണ്ടാവുക. നല്ല ടേസ്റ്റ് ചെയ്ത് കഴിക്കാൻ. ഇതാണ് ഇവിടുത്തെ കറിവേപ്പില മരം. കുറച്ച് മേലോട്ടായി പോയി, അത് പൊട്ടിക്കുക പണിയാ, കിട്ടുന്നില്ല. ഇനിയിപ്പോ ഇങ്ങനെ വെച്ചിട്ട് ആദ്യമെല്ലാം എടുത്തോണ്ടോ കണ്ടോളൂ. അങ്ങനല്ല 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 അങ്ങനെ അങ്ങനെ ഒരു 3-4 എണ്ണം പൊട്ടിച്ചെടുത്തു. അതെന്നാ അങ്ങനെ. ഇതാണ് ഇവിടുത്തെ കറിവേപ്പില. മേലോട്ടെല്ലാം കൊറേ ഉണ്ടല്ലോ. പൊട്ടിച്ചെടുക്കേ, അല്ലാണ്ട് അത് പിന്നെ ഉണ്ടാവൂല. കൊമ്പും ഒന്ന് പൊട്ടിച്ചെടുക്കാം. മേലോട്ട് കൊറേ ഉണ്ടേന്. ആയിരുന്നില്ല കുറയ്ക്കാം നമുക്കിപ്പോ.
ഇതാണ് മൾബറി ഉണ്ട് ഇവിടെ. മൾബറി അതെടിയാടാ, ഇത് മൾബറി ഉണ്ട് അല്ലയാ. ദിസ് ഈസ് മൾബറി ചിക്കൻ ഫ്രൈ. ഗ്രീൻ പീസ് വറുത്തുള്ള സാധനം. ആരാ ചിരിച്ചിക്ക ഈവനിങ് ടീക്ക് വരുവാൻ പറഞ്ഞിട്ട് വന്നതായി. ഇപ്പൊ എത്രയാ? 8:20. 8:20. മൈ ഫേവറേറ്റ്. നിങ്ങൾ ചെറിയത് ഇഡ്ഡലിയാണ് എല്ലാം. ഇതാണ് പോള, നോമ്പിന് മാത്രം ഉണ്ടാക്കുന്ന പോള. അതിന്റെ വലുത് ഇതും മൈ ഫേവറേറ്റ്. ഫേമസ് കൊണ്ടുവന്നുണ്ടല്ലോ. ഇതേതായി? BBC-ന്റെ ആളാല്ലേ? ഇതെന്താന്നറിയാ? നെക്ക്, ആട്ടിന്റെ നെക്ക്, ഗോട്ട് നെക്ക്. ഇതാണ് പൂരി, ഇത് ചപ്പാത്തി. ഇങ്ങനെ കൊണ്ട് 2 കൊണ്ടുണ്ടല്ലോ. ഒരു മാവ് കൊണ്ട് നമ്മള് ആട്ട മാത്രം ചപ്പാത്തി. പൂരിയാണ് പൂരി മൈദയും ആട്ടയും മിക്സ്. ചപ്പാത്തിക്ക് വെറും ആട്ടാല. ഷുഗർ തലരാവിന. രണ്ടാമത്തെ ദിവസം എന്നാ നമ്മള് കുറച്ച് യെസ്. ഇതൊക്കെയായിരുന്നു ഞങ്ങൾ അന്ന് രാത്രിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന വിഭവങ്ങൾ. ഇത് കഴിഞ്ഞ് ആസി അവിടെ സ്റ്റേ ചെയ്ത് പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ തന്നെ ജമലുവിന് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു, ഓർക്കാട്ടേരി ആശയിൽ. അപ്പൊ ആ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിന് പോയി. അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ വിലങ്ങാടുള്ള വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നില്ലേ, അവിടെ കാണാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കിക്കോളൂ. അടിപൊളി പ്ലേസ് ആണ്. ഈ ഒരു ഏരിയയിലൊക്കെ താമസിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സ്പോട്ട് വിസിറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങള്. ആട് ഇങ്ങനത്തെ കണ്ണിത് 2 കണ്ണ്, തല. That is my dosa.